ഹായ് ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ സ്പെഷ്യൽ ആയിരിക്കും. കാരണം എൻ്റെ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അതാണിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ പ്ലാനർ ഉണ്ട്, ഇതാണ് എൻ്റെ പ്ലാനർ. ഇതിനകത്താണ് ഞാൻ അത്യാവശ്യം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നിർത്തിയേക്കാണ്. റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്നാലും എൻ്റെ ബോർഡ് എക്സാം കണ്ട് എനിക്കതൊക്കെ പറ്റുള്ളൂ. അത് ഇവിടെ 10th വേണ്ടി സെപ്പറേറ്റ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് അടുത്തുള്ള പേജൊക്കെ എൻ്റെ ജേർണലിങ്ങും കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരെ പോകുന്നത് എൻ്റെ പ്ലാനിങ് ആണ്. ഞാൻ പ്രീ ബോർഡ് വരേക്കും ലെക്ചേഴ്സും നോട്ടും റിവിഷനും ചെയ്ത് ചാപ്റ്റേഴ്സ് തീർക്കാമെന്ന് വിചാരിച്ചു. സയൻസും മാത്സും സോഷ്യലിൻ്റെയും. ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നമുക്ക് അല്ലാണ്ടും പഠിക്കാൻ പറ്റുന്നതാണ്. മാത്സിൻ്റെ എൻ്റെ കംപ്ലീറ്റ്ലി കഴിഞ്ഞ സാമ്പിൾ പേപ്പർ വരെ സോൾവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മാത്സിൻ്റെ അല്ല, സോറി, ഇംഗ്ലീഷിൻ്റെ. അപ്പം ഈ 3 സബ്ജക്റ്റിൻ്റെയാണ് ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം ബാക്കി സബ്ജക്റ്റൊക്കെ കൊണ്ട് ഓക്കെയാണ്. അപ്പോൾ പ്രീ ബോർഡ് 1 കഴിഞ്ഞ ശേഷമാണ് എനിക്ക് പ്രോപ്പർ റിയലൈസേഷൻ ഉണ്ടായത്, ഇനി ബോർഡ് എക്സാം സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ പ്രശ്നമാകുമെന്നൊക്കെ. അപ്പോൾ ഇവിടെ തൊട്ടാണ് ഞാൻ പ്രോപ്പർ പഠിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് പോലും, ഞാൻ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് പോലും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർ ഒരു ലെക്ചർ ആണ്, പിന്നെ അതിൻ്റെ പ്രോപ്പർ നോട്ട്. ലെക്ചർ കാണുമ്പോൾ തന്നെ നമ്മൾ നോട്ട് റെഡിയാക്കുന്നുണ്ടാവുമല്ലോ, ആ ഒരു നോട്ടാണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് ഓൾറെഡി പ്രിപ്പയർഡ് ആണെങ്കിൽ, പ്രോപ്പർ നോട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുന്നില്ല. ലെക്ചേഴ്സ് ഒന്നും കൂടെ കേൾക്കും, പിന്നെ പഠിക്കും, പിന്നെ ലാസ്റ്റ് റിവിഷൻ ഞാൻ ലാസ്റ്റാണ് വെച്ചേക്കുന്നത്. കാരണം റിവിഷൻ ഉദ്ദേശിക്കുന്നത് ഒരു സാമ്പിൾ പേപ്പർ അറ്റൻഡ് ചെയ്യലാണ്. ജസ്റ്റ് ആ പഠിച്ച ചാപ്റ്റേഴ്സ് ഫുള്ള് നോക്കിയിട്ട് സാമ്പിൾ പേപ്പർ എടുക്കുക. അതാണ് ആ റിവിഷനുള്ള കോളത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ടൂർ കാണിക്കുകയാണ്, എന്തൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ. ആ ഒരു ഓർഗനൈസർ, ആ ആർ ഗ്ലാസ് ഒക്കെയുള്ള ഓർഗനൈസർ എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് കിട്ടിയതാണ്. ക്രിസ്മസ് ഫ്രണ്ടിന് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ 8th സ്റ്റാൻഡേർഡിലൊക്കെ എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഇവിടെ പ്ലാനറും ടു ഡു ലിസ്റ്റിൽ ഞാനൊരു 10 സാധനം എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ 10 സാധനം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2 ദിവസം കൊണ്ടാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ആ 10ഉം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറ്റാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ സാറ്റർഡേ സൺഡേ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സാറ്റർഡേ ഈവനിങ് തൊട്ടാണ് ഞാൻ ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ച പ്ലാനിങ്ങും ഈ വീഡിയോ റെക്കോർഡിങ്ങും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സാറ്റർഡേ എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ സൺഡേ ആണ് കൂടുതൽ നിങ്ങളെ കാണിക്കുന്നത്. സാറ്റർഡേ എൻ്റെ സൈക്കിൾ നന്നാക്കാനൊക്കെ ആയിട്ട് എനിക്ക് പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ എൻ്റെ ലാപ്ടോപ്പ് ഓണാവുന്ന സമയത്തിനാണ് ഞാൻ ഇതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് എൻ്റെ ലാപ്ടോപ്പ് ഓണായിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ നേരത്തുള്ള വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, എൻ്റെ ലാപ്ടോപ്പ് നല്ല ഹാങ് ആണ്. അപ്പോൾ ഞാൻ സയൻസും മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ് എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് റിവൈസ് ചെയ്തിട്ട് ആസിഡ് ആൻഡ് ബേസസ് തുടങ്ങാമെന്നുള്ള ഒരു മികച്ച തീരുമാനം ഇവിടെ എടുത്തേക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ പാടില്ല. ഇവിടെ നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി പഠിച്ചതാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ ചാപ്റ്ററും പകുതിയോളം പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ നോട്ട്സ് എല്ലാം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത്രയും ഫസ്റ്റ് തൊട്ട് ലെക്ചർ കേൾക്കുകയാണെങ്കിൽ എനിക്ക് ആ നോട്ടും കൂടെ ജസ്റ്റ് നോക്കി പോയാൽ മതി, എഴുതാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ ലെക്ചർ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ച്, ഞാൻ ഈ ലെക്ചർ മൊത്തം ഫുൾ സ്ക്രീൻ ഇടാണ്ട് ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ പകുതി എങ്ങാണ്ട് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ശ്രദ്ധിച്ച് ഞാൻ ഫുൾ സ്ക്രീൻ ഇട്ടാൻ തുടങ്ങിയത്. അപ്പം വേറെ വേറെ ആംഗിളിൽ നിന്നൊക്കെ അത് വീഡിയോ എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് എപ്പോഴും ഒരേ ആംഗിളിൽ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഒരു രസം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിഫറെൻറ്റ് ആംഗിൾസ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ പാർലേജി ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് അത് കഴിക്കുന്നത്. അപ്പോൾ പാർലേജി എന്താ കഴിക്കുന്നത് വെച്ചാൽ, എനിക്ക് ഇപ്പം മധുരമുള്ള എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ജസ്റ്റ് വിശപ്പ് മാറും, എന്നാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡായി പോകത്തുമില്ല. അങ്ങനെയാണ് ഞാൻ അങ്ങനത്തെ ബിസ്ക്കറ്റൊക്കെ ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയത്. എനിക്ക് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല വിശക്കും. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് അടുത്ത് വേണം. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ മാക്സിമം കുറച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോയി എനിക്ക് സങ്കടമാകും. പിന്നെ പഠിക്കാനുള്ള ഒരു ഇതും ഇങ്ങോട്ട് പോകും. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനത്തെ കഴിക്കുന്നുള്ളൂ. ഈ 2 ദിവസം കൂടെ തീർന്നിട്ടുണ്ടായിരുന്നു. 10ൻ്റെ ചെറിയൊരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണിപ്പോൾ കഴിക്കുന്നത്. ആൻഡ് ഞാൻ ഇടയ്ക്ക് ഡിസ്ട്രാക്റ്റഡായി പോകുമ്പോൾ ഞാൻ ആ ലെക്ചർ ബാക്കിലോട്ട് ആക്കിയിട്ട് ഒന്നും കൂടെ കേൾക്കുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് തന്നെ എന്തോ എഴുതി ചേർക്കുന്നുണ്ട്. ഇവിടത്താണ് എനിക്ക് പ്രാന്ത് തുടങ്ങിയത്. ഞാൻ 6 എണ്ണം എങ്ങാണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 4 എണ്ണം ഞാൻ ഈ ലെക്ചർ കേൾക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ എഴുതിയതാണ്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്കത് മൺഡേ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ മൺഡേ എന്നെക്കൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം വലിയ കാര്യങ്ങളാണ് ഫുൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. പ്രാക്ടിക്കലി പോസിബിൾ അല്ല ആ ദിവസം കൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്നാലും എന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതുമില്ല. അപ്പോൾ ഇവിടെ 2 ദിവസത്തെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും ഈ വീഡിയോ ഞാൻ ഫുള്ളി ക്ലിപ്പ് എഡിറ്റ് ചെയ്തിട്ടില്ല, കുറച്ച് ക്ലിപ്പ് മാത്രമേ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ എഡിറ്റ് ചെയ്യാണ്ട് തന്നെ ഈ വീഡിയോ 51 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എഡിറ്റ് ചെയ്ത് ഷോർട്ടാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് എന്തായാലും ഇത് എത്താൻ പോകുന്നത്. കുറേ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പല രീതിയിലൊക്കെ എൻ്റെ ട്രൈപോഡ് മാറ്റിയും തിരിച്ചൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ നൈറ്റ് ടൈമിൽ പഠിക്കാനായിട്ട് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ടായിരുന്നു.
അതാണ് ആ ടു ഡു ലിസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് ഡേ എങ്ങനെയാണ് ഞാൻ പഠിച്ചതും കാര്യങ്ങളൊക്കെയാണ്. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ വന്ന് ഞാൻ എൻ്റെ ആ ഒരു പ്ലാനർ എടുത്ത് നോക്കി. ആ പ്ലാനർ ഒന്ന് കാണുമ്പോൾ എനിക്ക് എവിടെ നിന്നൊക്കെയോ മോട്ടിവേഷൻ വരുന്നുണ്ടായിരുന്നു. അത് അതിനകത്ത് ഫുള്ള് സംഭവം എനിക്ക് ടിക്കറ്റ് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലാപ്ടോപ്പൊക്കെ ഓണാക്കി വന്നിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒന്നാമത്തെ ഈ ലാപ്ടോപ്പ് നല്ല ഹാങ് ആണ്. രണ്ടാമത് എനിക്ക് ലാപ്ടോപ്പിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ ഫോണാണ് എപ്പോഴും ഹാൻഡി. അപ്പോൾ ഫോൺ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. കോഴ്സ് ഞാൻ എൻ്റെ ലാപ്ടോപ്പായിരിക്കും യൂസ് ചെയ്യുന്നത്. എനിക്ക് എത്രത്തോളം വീഡിയോ റെക്കോർഡ് ചെയ്ത് അത്രത്തോളം ഞാൻ പഠിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യണോ, പഠിക്കണോ വീഡിയോ അപ്ലോഡ് ചെയ്യണം, ആ ഒരു സംഭവം മാത്രമേ ഇപ്പോൾ എൻ്റെ മൈൻഡിലുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മാത്സ് പഠിക്കണോ സയൻസ് പഠിക്കണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈം മാത്സാണ് എടുത്തത്. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് പിന്നെ കാണാപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഒന്നും രാവിലെ പഠിക്കുന്നത് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കാറില്ല സയൻസ് രാവിലെ ഒട്ടും പഠിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ രാവിലെ നോക്കുന്നത് മാത്സ് സോഷ്യൽ മാത്രമായിരിക്കും. സോഷ്യലും കാണാപ്പാഠം പഠിക്കൽ പരിപാടിയൊക്കെയാണ്, പക്ഷേ എനിക്ക് സോഷ്യൽ ഇഷ്ടമാണ്. അതുകൊണ്ട് സോഷ്യൽ അല്ലെങ്കിൽ മാത്സ് ആയിരിക്കും എപ്പോഴും ഞാൻ രാവിലെ പഠിക്കാൻ നോക്കുന്നത്. പക്ഷേ എക്സാമൊക്കെ ആണെങ്കിൽ നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് പഠിച്ചോളും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അല്ലാത്ത സമയത്ത് നോർമലി നമ്മൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ മാത്സൊക്കെ ആയിരിക്കും എടുക്കുന്നത്. കാരണം എനിക്കത് ഇഷ്ടമാണ്. നമ്മൾ മാത്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ വർക്ക് ചെയ്യായിരിക്കും, സൊല്യൂഷൻ കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഉറക്കപ്പിച്ച് നമുക്ക് മാർക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ രാവിലെ ഞാൻ പറയുന്നത് ഇതെടുക്കുന്നത് തന്നെ ആയിരിക്കും. ഇതിൽ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. തിയറി എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് തിയറി എടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പഠിക്കുമ്പോൾ ഉറക്കം വരും. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാനിവിടെ ശോഭിത് സാറിൻ്റെ ക്ലാസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഹിന്ദിയിൽ ക്ലാസ്സുകൾ കേട്ടാൽ മനസ്സിലാവുന്നുള്ളവരാണെങ്കിൽ സാറിൻ്റെ ക്ലാസ് കേട്ട് നോക്കുക, നല്ലതാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ സാറിൻ്റെ ക്ലാസ് തന്നെയാണ് കണ്ടിന്യൂസ്ലി കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് മനസ്സിലാവുന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ മലയാളം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്നും അത്യാവശ്യം അത്രയ്ക്ക് വർക്കായില്ല. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് സ്വിച്ച് ചെയ്തതാണ്. അതിൽ നിന്ന് മാറി ഞാൻ ട്രൈ ഔട്ട് ചെയ്തതാണ് സാറിൻ്റെ ക്ലാസ്. ഞാൻ വേറെ കുറേ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. വേദാന്തു അങ്ങനെ അൺഅക്കാഡമി അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. സാറിൻ്റെ അതാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഈവൻ ഫിസിക്സ് വാലയുടെ സാറിൻ്റെ ക്ലാസ് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ ചിലതൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറ്റത്തില്ല. ചില പോർഷൻസ് മാത്രം പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും, ചിലത് മനസ്സിലാവില്ല, അങ്ങനെയൊക്കെ. പക്ഷേ ഈ സാറിൻ്റെ നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം എല്ലാം ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തെന്ന് തോന്നുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ മാത്സ് എനിക്ക് രാവിലെ അത്യാവശ്യം കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 hour എബോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്റർ തന്നെ. ഞാൻ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഒരു പ്രൊഡക്റ്റീവ് ഫീൽ ഉണ്ടായിരുന്നു. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്സ് പഠിക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ എനിക്ക് സമയം പോകുന്ന അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ ഈ നടക്കുന്നത് എനിക്കൊന്നും സത്യം പറഞ്ഞാൽ കോൺസെപ്റ്റ് എൻ്റെ ക്ലിയർ അല്ലെങ്കിൽ എനിക്ക് എന്താ നടക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല. സമയം പതുക്കെ പോകുന്നു, ബോറടിക്കുന്നു, ഡിസ്ട്രാക്റ്റഡ് ആവുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ സമയം പോകുന്ന അതേ പറഞ്ഞാൽ ഒട്ടും അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റും. എക്സാമിൻ്റെ സമയത്താണ് ഇതെനിക്ക് വർക്കൗട്ട് ആകുന്നത്. പെട്ടെന്ന് തന്നെ എൻ്റെ കോൺസെപ്റ്റ് എല്ലാം ക്ലിയറായി. എത്ര പെട്ടെന്ന് ക്ലിയർ ആവുന്നതെന്ന് പറയാൻ പറ്റില്ല നോർമൽ ഡേയ്സ് വെച്ച് നോക്കുമ്പോൾ. അത് കാരണം നമ്മൾ ആ ടൈമിൽ ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സും എങ്കിലും കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ആ ഒരു ഇത് ഉള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നത്. പക്ഷേ ഇത് ഷോർട്ട് ടേം മാത്രമാണ്. ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് കാര്യങ്ങൾ പഠിച്ചു വരണമെങ്കിൽ ഇപ്പോഴേ റെഗുലറായിട്ട് റിവൈസ് ചെയ്യുക, കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. എന്നാലേ ഒരു ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കയറത്തുള്ളൂ. എൻ്റെ മെയിൻ ഗോള് ഏതെങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ് ആക്കണം എന്നായിരുന്നില്ല, എല്ലാം കംപ്ലീറ്റ് ആക്കണം എന്നായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഓരോ സബ്ജക്റ്റിനെയും പകുതിയൊക്കെ വെച്ചിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. മിക്ക സബ്ജക്റ്റിൻ്റെ എൻ്റെ പകുതി വരായിട്ടുണ്ട്, ബാക്കി പകുതി ചെയ്യണം എന്നൊക്കെയാണ്. എൻ്റെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പകുതിയായി, ലീനിയർ ഇക്വേഷൻ എൻ്റെ പെയർ ഓഫ് ലീനിയർ അത് പകുതിയായി. അപ്പോൾ ഞാൻ ഒരെണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർക്കായിരുന്നു. പക്ഷേ എനിക്ക് സയൻസ് ഇന്നലെ സാറ്റർഡേ പഠിച്ച് എനിക്ക് വെറുത്ത് പോയി. എനിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു ചാപ്റ്റർ പഠിക്കുമ്പോൾ. കാരണം എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാൻ എനിക്ക് എങ്ങനെ വന്നാലും ഒരു താല്പര്യം ഉണ്ടാവില്ല.
അപ്പോൾ അത് പഠിച്ച് വെറുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ മാത്സ് പഠിച്ചപ്പോൾ എനിക്ക് പറഞ്ഞ റിലാക്സേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഏതായാലും ടോട്ടൽ 3 പ്രീ ബോർഡ്സ് ഉണ്ടാവുമെന്നാണ് എനിക്കറിയാവുന്നത്. എൻ്റെ അറിവ് വെച്ചിട്ട് അത്രയാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രീ ബോർഡ് നവംബർ, സെക്കൻഡ് പ്രീ ബോർഡ് ഡിസംബർ ആൻഡ് തേർഡ് പ്രീ ബോർഡ് ജാനുവരി, അങ്ങനെയാണ്. അപ്പോൾ തേർഡ് പ്രീ ബോർഡ് എഴുതണമെന്ന് നിർബന്ധമില്ലെന്നാണ്, കമ്പൽസറി അല്ല. നമുക്ക് വേണമെങ്കിൽ എഴുതിയാൽ എന്തായാലും ഞാൻ എഴുതും, കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമല്ലോ. അങ്ങനെ ഒരു പ്രാക്ടീസും കൂടെ ആവും. പ്രീ ബോർഡ് സത്യം പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസും കൂടെ ആയിരിക്കും. ആ ഒരു ഫിയർ വെച്ച് നമ്മളൊന്നും കൂടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. എക്സാം ഫിയർ എന്ന് പറഞ്ഞ സംഭവം നല്ല എഫക്റ്റീവാണ്. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ അത് എഫക്റ്റീവാണ്. ആ ഒരു രീതിയിൽ നമ്മളിരുന്ന് പഠിക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എക്സാമിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എല്ലാവരും സീരിയസ് ആവാൻ തുടങ്ങും, എല്ലാവരും ഇരുന്ന് പഠിക്കും. അപ്പോൾ ഈ പ്രീ ബോർഡ് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു ഫിയറിലെങ്കിലും പിള്ളേർ പഠിക്കട്ടെ എന്ന രീതിയിലാണ് ഒരു പ്രീ ബോർഡ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ 3 പ്രീ ബോർഡ് ഉള്ളത് ആക്ച്വലി നല്ല കാര്യമാണ്. പക്ഷേ ഫസ്റ്റ് പ്രീ ബോർഡ് എൻ്റെ വളരെ മോശമായി പോയി. അപ്പോൾ എനിക്ക് സെക്കൻഡ് പ്രീ ബോർഡിൽ ആ ഒരു സംഭവം തിരിച്ചെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഫസ്റ്റ് പ്രീ ബോർഡ് 1 എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രീ ബോർഡ് എന്തുകൊണ്ടാണ് ഇത്രയും പാടെന്ന് എല്ലാവരും പറയുന്നത്. കാരണം ഹാഫ് ഇയർലി ഒന്നുമല്ല എന്ന് മനസ്സിലായത് ആ പ്രീ ബോർഡ് എക്സാം എഴുതിയപ്പോഴാണ്. പേപ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പോക്കാണെന്ന്. അത്രയ്ക്ക് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുമായിരുന്നു. ഞങ്ങളുടെ മന്ത്ലി ഞങ്ങൾക്ക് ടെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വളരെ ഈസി ആയിരുന്നു. മന്ത്ലിയുടെ പേപ്പേഴ്സൊക്കെ നിങ്ങൾ കണ്ടാൽ ഞെട്ടും. കാരണം ഭയങ്കര സുഖമായിരുന്നു. കോൺസെപ്റ്റ് വെച്ച് എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് ആ രീതിയിലാണ് പേപ്പർ വരുന്നത്. വളരെ സുഖമായിരുന്നു. പക്ഷേ ഈ പീരിയോഡിക് ടെസ്റ്റൊക്കെ വരുമ്പോഴേക്കും അത് അത്യാവശ്യം പാടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എഴുതാമെന്നേ ഉള്ളൂ. നമ്മുടെ ലെവലിൽ തന്നെയാണ്, നമ്മുടെ ലെവലിൽ ഒരു ഹാർഡർ, അത്രേ ഉള്ളൂ. പക്ഷേ ഹാഫ് ഇയർലി അത്യാവശ്യം പാടായിട്ട് വന്നു. ഹാഫ് ഇയർലിനെക്കാട്ടും 2-3 മടങ്ങ് ടഫായിരുന്നു പ്രീ ബോർഡ്. ആൻഡ് ഗൈസ്, ഇതെൻ്റെ 2ാമത്തെ വീഡിയോ ആണ് 10 മിനിറ്റിൽ മേളിലുള്ളത്. ഇതെന്തായാലും മറ്റേ വീഡിയോനെക്കാട്ടും ലെങ്ത് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും നേരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടും ഈ ക്ലിപ്പ് ഷോർട്ട് ആവുന്നില്ല. അത്രയ്ക്ക് ഷോർട്ടായി. 20 മിനിറ്റ്സിൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ 20 മിനിറ്റ്സ് ഒന്നും എന്തായാലും വീഡിയോ എടുത്തില്ല. അതിന് താഴെ തന്നെ ആയിരിക്കും. 15 ഒക്കെ ആയിരിക്കും. 20 മിനിറ്റ്സ് ഉള്ള കണ്ടൻ്റ് ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല. കാരണം ഏറ്റവും പ്രശ്നം ഈ വീഡിയോ ഇടുന്നതിൽ എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല. റീ റെക്കോർഡ് ചെയ്ത് തന്നെ നമ്മൾ കുറേ സമയം പോകും. എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് ഞാൻ മറന്നു. ഈ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലൊക്കെ എൻ്റെ മനസ്സിൽ വരുന്ന ഡയലോഗുകൾ ഇതൊക്കെ ആയിരിക്കും. ഈ ടൈമിൽ ഈ ഒരു ക്ലിപ്പ് വരുമ്പോഴേ ഞാൻ ഇത് പറയണം, ആൾക്കാരോട് ഇത് പറയണം, അത് പറയണം എന്നൊക്കെയാണ്. പക്ഷേ എനിക്കിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന്. ഞാൻ എന്തായാലും ഈ 2 ദിവസം സോഷ്യൽ സയൻസ് തൊട്ടിട്ടില്ല. കാരണം എനിക്ക് അഹങ്കാരം കൂടെയായിരുന്നു. കാരണം പൊളിറ്റിക്സ് എൻ്റെ 2 ചാപ്റ്റർ കൂടെ കഴിഞ്ഞാൽ പൊളിറ്റിക്സ് കംപ്ലീറ്റ്ലി കഴിയും. അപ്പോൾ സോഷ്യൽ സയൻസ് ഒന്ന് മാറ്റി വെക്ക് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ ഈ 2 സബ്ജക്റ്റ് ഇട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 2 സബ്ജക്റ്റ് കംപ്ലീറ്റ് ആക്കിയോ അതും ഇല്ല. ഞാൻ സോഷ്യൽ സയൻസ് ഒന്ന് എടുത്തിരുന്നെങ്കിൽ അന്ന് ഞാനൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്താണ്, ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്താണ്. കാരണം എനിക്കത് ഇഷ്ടമായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇരുന്ന് കംപ്ലീറ്റ് ചെയ്താണ്. തുടങ്ങിയൊക്കെയാണെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നും. കാരണം അത് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ പൊളിറ്റിക്സ് തന്നെ ഒരു ചാപ്റ്റർ തീർത്ത് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നടന്നില്ല. ഡെവലപ്മെൻറ്റും പൊളിറ്റിക്കൽ പാർട്ടീസും ആയിരുന്നു എനിക്ക് തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ 2 സോഷ്യൽ സയൻസിലെ ചാപ്റ്റേഴ്സ്. എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്ററും പൊളിറ്റിക്സിലെ 4th ചാപ്റ്റർ. കാരണം ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇത് അറിയാം, അത്യാവശ്യം എനിക്കിഷ്ടമുള്ളത് തീർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടുമല്ലോ. പക്ഷേ ഇതെനിക്ക് ഒരു തിരിച്ചടിയായിപ്പോയി. ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു സോഷ്യൽ സയൻസ്. പക്ഷേ ആ 2 ദിവസം എനിക്ക് സോഷ്യൽ സയൻസ് തൊടാൻ പറ്റിയിട്ടില്ല. അത് പിറ്റേ ദിവസം ഞാൻ അത്രയും നേരം സോഷ്യൽ സയൻസ് ഇരുന്ന് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസം സോഷ്യൽ സയൻസിന് ഒരു ബ്രേക്ക് കൊടുത്തത്. പിന്നെ ഈ മാസം കുറേ അവധി വരാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് 10 ദിവസം അവധി കിട്ടും. പിന്നെ മിക്ക ടീച്ചേഴ്സ്മാരും ടൂറിന് കാര്യത്തിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ സാറ്റർഡേയ്സ് മിക്കവാറും ഓഫ് എടുക്കും. മാത്രമല്ല സ്കൂളിൽ നിന്ന് ഓൾറെഡി കിട്ടും, 10 ദിവസം കിട്ടും. പിന്നെ ഞങ്ങളുടെ സ്കൂൾ ട്രിപ്പ് വരുന്നുണ്ട്, ഞാൻ എന്തായാലും പോകുന്നില്ല. സ്കൂൾ ട്രിപ്പ് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പോകുന്നില്ല. സ്കൂളിൽ നിന്ന് ട്രിപ്പ് വരുമ്പോൾ ടൂർ വരുമ്പോൾ ഞാൻ പോകത്തില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ദിവസം കിട്ടും. അപ്പോൾ ഈ മാസം 11 ദിവസം എന്തായാലും കിട്ടും. പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഹോളിഡേയ്സ് ഈ മാസം ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രീ ബോർഡ് 3ക്ക് വേണ്ടിയിട്ട്, പ്രീ ബോർഡ് 3 അല്ല, ബോർഡ് എക്സാം, അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. പ്രീ ബോർഡ് 1 വരെയുള്ള എൻ്റെ പ്ലാന് ഇതാണ്. ബോർഡ് എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇതാണ്. ഈ ഒരു ലെക്ചേഴ്സൊക്കെ നോട്ട് വെച്ച് പഠിക്കാം. സാമ്പിൾ പേപ്പറിൻ്റെ കാര്യമൊന്നും പ്രോപ്പറായിട്ട് തീരുമാനിച്ചിട്ടില്ല. സാമ്പിൾ പേപ്പർ 2 വലിയ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. പക്ഷേ പ്രീ ബോർഡ് 2 കഴിഞ്ഞാൽ ഫുൾ സാമ്പിൾ പേപ്പേഴ്സ് മാത്രമാണ്.
മാക്സിമം പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഒരു ദിവസം 2 സബ്ജക്റ്റെങ്കിലും 2 സബ്ജക്റ്റ്, സയൻസോ സോഷ്യലോ ഇംഗ്ലീഷോ മാത്സോ അങ്ങനെ എന്തെങ്കിലും 2 വിഷയം വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ പ്രീ ബോർഡ് 2 കഴിഞ്ഞാൽ ഫുൾ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്നാണ് എൻ്റെ തീരുമാനം. അപ്പോൾ 10-ാം തീയതിക്കുള്ളിൽ ഫുൾ സിലബസ് എനിക്കിത് കംപ്ലീറ്റ് ആക്കിയാലേ ഈ ഒരു സംഭവം പോസിബിൾ ആവുള്ളൂ. കാരണം 13-ാം തീയതിയാണ് ഞാൻ അറിഞ്ഞു വെച്ചിട്ട് എൻ്റെ എക്സാം. അപ്പോൾ 13-ാം തീയതി ആണെങ്കിൽ 10-ാം തീയതിക്കുള്ളിൽ എങ്ങനെയെങ്കിലും സിലബസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് പിന്നെ ഫുള്ള് റിവൈസ് ചെയ്താൽ മതി. റിവൈസ് ചെയ്താൽ മതി. മാക്സിമം പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. നിങ്ങൾ ആ ഒരു ക്ലിപ്പ് കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം ഞാൻ ആ ക്ലിപ്പ് ഈ 2x ടൈം ലാപ്സിൽ ഇടുന്നതിന് പകരം നോർമൽ റെക്കോർഡിംഗ് ആയിരുന്നു. അതുകൊണ്ടത് 42 മിനിറ്റ് എങ്ങാണ്ടുണ്ട് ആ ഒരു വീഡിയോ മാത്രം ഞാൻ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത്രയും നോട്ടാണ് ഇത് വെച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കൂടുതൽ സാറ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അധികം ഒന്നും എനിക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ചെറുതായിട്ട് മാത്രം. പിന്നെ ഫുഡ് കഴിച്ച് വന്നിട്ടുള്ളതാണ് ഈ നിങ്ങൾ കാണുന്നത്. ഫുഡ് കഴിച്ച് വന്നിട്ട് ഫുൾ ഇരുന്ന് മാത്സ് പഠിത്തം. അദ്ദേഹം കറക്റ്റായിട്ട് ടൈം ലാപ്സിൽ തന്നെ റെക്കോർഡ് ചെയ്തു. കാരണം നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വല്ല മിസ്റ്റേക്കും ചെയ്യുന്നുണ്ടോ. അതിൻ്റെ വീണ്ടും 2 പാർലേജി ബിസ്ക്കറ്റ്. അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് അത് തീർന്നിട്ടുണ്ടായിരുന്നു. ആ പാർലേജി മൊത്തം തീർത്തു. പിന്നെ എൻ്റെ അവസ്ഥയെപ്പറ്റി ഞാൻ തന്നെ പറയുന്നൊരു ക്ലിപ്പുണ്ട്. ഇതാണ് ഞാൻ റെഡിയാക്കിയ പ്ലാനർ, ടു ഡു ലിസ്റ്റ്. അതിനകത്ത് ഞാൻ ആകെ 2 കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ഇനി എനിക്ക് 8 കിടപ്പുണ്ട്. 10 ടു ഡു ലിസ്റ്റാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. എന്തിനാണ് എനിക്കറിയാൻ പാടില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള അമിത ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനിത് ചെയ്തത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തന്നെ അത് വിനയായി. 8 ഇത് സ്കൂളിലേക്കൊന്നും ചെയ്യാനൊന്നും അല്ല, എനിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. എനിക്ക് തന്നെ December 10th ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹം. സോ ലെറ്റ്സ് സീ. ഇത് ഈ പറച്ചിൽ മാത്രം ഉണ്ടായിരുന്നുള്ളതൊന്നും നടന്നില്ല. ഞാൻ ആ വൈകിട്ട് വരെ അവിടെ ഇരുന്നിരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം ഇരുന്ന് നോക്കിയത്. ഇപ്പോൾ വീണ്ടും മാത്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. മാത്സും സയൻസ് ഞാൻ പഠിച്ച് ഇതിനകത്ത് റെക്കോർഡ് ചെയ്തില്ലെന്നാണ് എൻ്റെ തോന്നൽ. കാരണം സയൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് എന്താ പറ്റി, സയൻസ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് പ്രോപ്പർലി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ കുറേ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ ഒരു വാട്ടർ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുള്ളത് പഠിച്ചതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ.